എൻ്റെ പേര് ഷൈനി. ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലേൺ ഇറ്റ് മാത്സ് എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 9th 10th CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ 9th നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്ന പോർഷനാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ റാഷണലൈസ് ദ ഡിനോമിനേറ്റർ, അതായത് നിങ്ങൾക്ക് അറിയാം ഇറാഷണൽ നമ്പർ അറിയില്ല. എന്താണ് ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നോട്ട് റിട്ടൺ ഇൻ ദ ഫോം P/Q ഫോമിൽ എഴുതുന്നതിന് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയും. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നോട്ട് റിട്ടൺ ഇൻ ദ ഫോം P/Q, അതായത് √7 √3 അങ്ങനെയെല്ലാം വരുന്നത്. ഇപ്പൊ √9 ഇറാഷണൽ നമ്പർ ആയിരിക്കില്ല. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ആദ്യം ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് √7 + √6 ഡിവൈഡ് ബൈ √7 + √6. √6 ഇങ്ങനെ വരും. √7 + √6 താഴെ a - b × a + b. ഐഡന്റിറ്റി a + b × a - b = a² - b². അപ്പോ √7 - √6, എന്റെ പ്ലേസിൽ √7, ബിന്റെ പ്ലേസിൽ √6. അപ്പൊ √7² - √6² എന്ന് വരും. a² - b². അപ്പോൾ √7 + √6 ഡിവൈഡ് ബൈ √7 × √7 7, √6 × √6 6. That is equal to √7 + √6. ഇനിയാണ് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -4√5 find a² + 1/a². a + 1/² എടുക്കുക ആദ്യം. അപ്പോൾ a + 1/a² എന്ന് പറഞ്ഞാൽ നമ്മൾ a + b² ഐഡന്റിറ്റി ഉപയോഗിക്കുക. അതായത് a² + 2ab + b². a² + 2 × a × 1/a + 1/a². ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ a ക്യാൻസൽ ആവും. നടുവിൽ ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? a² + 2 + 1/a². ഇത് a + 1/a² ആണ്. a + 1/a² എന്ന് പറയുന്നത് a² + 2 + 1/a². നമുക്ക് കാണുന്നത് a² + 1/a². അപ്പൊ a² + 1/a² എന്ന് പറയുമ്പോൾ എന്ത് വരും? a + 1/a² - 2. ഈ 2 പുറത്ത് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ a + 1/a² - 2 വരും. ഇതില് നമുക്ക് a തന്നിട്ടുണ്ട്, 1/a തന്നിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ 1/a കാണണം. 1/a കാണാൻ വേണ്ടി 1/9 - 4√5 ഇത് നിങ്ങൾക്ക് ചെയ്യാനറിയാം. പിന്നെ നമ്മൾ റാഷണലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 9 + 4√5 ഡിവൈഡ് ബൈ 9 + 4√5. 1 × 9 + 4√5 9 + 4√5 ഡിവൈഡ് ബൈ a + b × a - b, a² - b², 4√5² is equal to 9 + 4√5 divided by 9² 81, 81 minus 4² 16, 16 × 5 80. That is equal to 9 + 4√5. അപ്പോൾ 1/a എന്ന് പറയുന്നത് 9 + 4√5. ഇനി a + 1/a, a + 1/a എന്ന് പറയുമ്പോൾ എന്ത് വരും? 9 - 4√5 + 9 + 4√5. ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് 18 വരും. നമുക്ക് വേണ്ടത് a² + 1/a², അതായത് a + 1/a² - 2. a + 1/a² എന്ന് പറയുന്നത് എന്ത് വരും? 18² - 2. 18² - 2. That is equal to 324 - 2. 324 - 2 322. Clear ആയി?
ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പം എക്ക് പകരം എക്സ് ഇട്ടിട്ട് തരും. എക്സ് ഇസ് ഈക്വൽ ടു 9 - 4√5 ഫൈൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 1/x². അങ്ങനെ തന്നാൽ നിങ്ങൾ എക്സ് പ്ലസ് 1/x² ഈക്വൽ ടു ഇതേപോലെ തന്നെ ചെയ്യുക. എൻ്റെ പ്ലേസിൽ എക്സ് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അല്ലാതെ a² സെപ്പറേറ്റ് കണ്ട് 1/a² സെപ്പറേറ്റ് കണ്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ആദ്യം ഈ ഐഡൻറ്റിറ്റി ഓർമ്മിച്ച് വെക്കുക. അതായത് a² പ്ലസ് ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം നോട്ട് ചെയ്താൽ മതി. a² പ്ലസ് 1/a² ഈക്വൽ ടു a പ്ലസ് 1/a² - 2 ആണ് ഓർമ്മിച്ച് വെക്കുക. അതിനുശേഷം എ തന്നിട്ടുണ്ട്, 1/a എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. പിന്നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് a പ്ലസ് 1/a² - 2. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോർട്ട് ആക്കുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. Find a and b if 7 plus √5 divided by 7 minus √5 minus 7 minus √5 divided by 7 plus √5 equal to a plus b √5. അപ്പോൾ ആദ്യം 7 plus √5 divided by 7 minus √5 minus 7 minus √5 divided by 7 plus √5. ഇപ്പോൾ നമ്മൾ രണ്ടും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LCM ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ LCM എന്ത് വരും? 7 minus √5 into 7 plus √5. LCM ആണ്. ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? 7 plus √5 ഹോൾ സ്ക്വയർ ആവും. മൈനസ് ഇവിടെ 7 minus √5 ഹോൾ സ്ക്വയർ. ഇത് a plus b ഹോൾ സ്ക്വയർ, a² plus 2ab plus b². അപ്പോൾ 7 plus √5 ഹോൾ സ്ക്വയറിന് 7 സ്ക്വയർ പ്ലസ് 2 into 7 into √5 പ്ലസ് √5 ഹോൾ സ്ക്വയർ മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 7 സ്ക്വയർ a minus b ഹോൾ സ്ക്വയർ മൈനസ് 2 into 7 into √5 plus √5 whole square divided by the a plus b into a minus b. അതായത് 7 square minus √5 whole square. ഇങ്ങനെ വരും. അപ്പോൾ 7 square എന്ന് പറയുന്നത് എന്തായിരിക്കും? 49 plus 14 √5 plus 5 മൈനസ് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുക. 49 മൈനസ് 14 √5 plus 5 divided by 49 minus 5. That is equal to ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ 49 ഇത് -49 ആവും. അത് ക്യാൻസൽ ആയിപ്പോ 14 √5 ഈ -14 √5 ഈ മൈനസും കൂടി പ്ലസ് 14 √5 ആവും. 14 √5 പ്ലസ് 14 √5 ഈ 5ഉം ഈ +5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -5 ആവും. അതും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാവുക 14 √5 ഇവിടെ ഒരു 14 √5 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 28 √5 44. That is equal to 28 √5 by 44. പിന്നെ നമുക്ക് ഷോർട്ട് ആക്കാം. 28ലും 44ലും 4 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 7 √5 divided by 11. a plus b √5 ആണ് 7 √5 by 11 വരുന്നത്. ഇവിടെ എന്റെ പ്ലേസിൽ ഒന്നുമില്ല. അപ്പോൾ a 0, b √5ന്റെ കോഎഫിഷ്യന്റ് ആണ് b. അപ്പോൾ √5ന്റെ കോഎഫിഷ്യന്റ് 7 by 11. അപ്പോൾ ആൻസർ a equal to 0, b equal to 7 by 11. ക്ലിയർ? ഇങ്ങനെ ഒരു ഇതിൽ തന്നെ രണ്ടെണ്ണം വരുമ്പോൾ നമ്മൾ LCM എടുത്തിട്ട് ചെയ്യണം. അല്ലാണ്ട് രണ്ട് സെപ്പറേറ്റ് കോൺജുഗേറ്റ് കണ്ടു അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 plus √5 ഹോൾ സ്ക്വയർ വരും. ഇവിടെ 7 minus √5 ഹോൾ സ്ക്വയർ. പിന്നെ അതിനെ ഷോർട്ടാക്കി കൊണ്ടുവന്നാൽ മതി. ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോകും. ലാസ്റ്റ് a equal to 0, b equal to 7 by 11.